ഹലോ. അപ്പോൾ ഒരു രാത്രി വ്ളോഗാണ്. രാത്രി മീൻകറിയും കൂട്ടി ചോറ് കഴിക്കാൻ ഒരു മോഹം. എന്തായാലും എന്നും ചപ്പാത്തിയും ദോശയൊക്കെ അല്ലേ, ഒരു ദിവസം വെറൈറ്റി ആരാ ഇഷ്ടപ്പെടാത്തത്. നല്ല മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടേ. അതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല, അത് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മീൻകറിയിലിടാൻ കറിവേപ്പില പറിക്കാൻ പോയതാണ്. ഈ പാത്രങ്ങൾ കഴുകി വച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിന് വാരി അടുക്കി പറക്കി ഒതുക്കി വെക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നി ഒരു അലങ്കോലമായ ഫീല്. അപ്പോൾ ഇനി ഈ ഒരു ആംഗിൾ ആയിരിക്കും വീഡിയോ എടുക്കാൻ ബെറ്ററെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ചെയറിൽ തൂക്കിയിരിക്കുന്ന പാത്രങ്ങൾ ഞാൻ ഇവിടെ നിന്ന് വാരി മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു അഭംഗി, അങ്ങനെയാണ്, ഒരു വൃത്തികേട് ഫീൽ ചെയ്യണുണ്ട്. അപ്പോൾ ഇനി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒരു സലാഡും കൂടി ഉണ്ടാക്കണം കേട്ടോ. അത് എൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. ഇവിടെ എല്ലാവരും മീൻകറി ചോറ് ഈ ഫാനാണ്. അപ്പോൾ എന്താ പറയുക, മോൻ ഏൻ്റെ അടുത്ത് നിന്ന് കളിക്കുവാണ്. ആ ഒരു ടൈമിൽ വേണം ഇത് കറിയും ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അരി വടിച്ച് അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇനിതാ ഈ പാത്രങ്ങളൊക്കെ അടുക്കി പറക്കണം. അവൻ ഇടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തൊന്നുമില്ല കേട്ടോ. അതിന് മുന്നേ കുട്ടികൾക്ക് 8:30 ആകുമ്പോൾ ചോറ് കൊടുക്കണം. 8:30 നേരത്തെ ഫുഡ് കൊടുക്കണം കേട്ടോ. പക്ഷേ നമുക്ക് എങ്ങനെയൊക്കെ നേരത്തെ ആക്കാൻ നോക്കിയാലും ഒരു 8 മണി, ഇതാണ് ഞങ്ങളുടെ ഒരു ഡിന്നർ ടൈമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഈ വീട്ടിലെ പണികൾ എത്ര ചെയ്താലും തീരില്ല അല്ലേ. എനിക്ക് വീഡിയോ കാണുമ്പോഴാണ് എൻ്റെ ദൈവമേ, ഇനി ഒരു ഡയറ്റ് എടുക്കണമല്ലോ എന്നെനിക്ക് തോന്നും. പക്ഷേ എന്ത് ചെയ്യാനാ, ഫുഡ് കൺട്രോളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫുഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ വേറെ ഫുഡൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്ക് ചോറ് കഴിക്കണം, അതാണ് മെയിൻ. ചോറ് അത് കഴിച്ചില്ലെങ്കിൽ എന്നും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫീലൊക്കെ വരും. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കാനാണ് വലിയ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം കേൾക്കാനായിട്ട്. ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, നമുക്ക് ശരിയാക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അത്യാവശ്യം റീച്ച് പോകുന്നുണ്ട് ലോങ് വീഡിയോ. അപ്പോൾ ഇനി ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. ഇതൊക്കെ സാധാരണ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണല്ലേ. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു, എല്ലാവരും കാണുന്നു. അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടും. എനിക്ക് കിട്ടി തുടങ്ങിയില്ല, കിട്ടും. വലിയതായിട്ട് കറക്കണ ആ ഒരു അടപ്പിൻ്റെ ഇതാണ് മൂടി, അത് വന്നിട്ട് കറക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്നാലും എനിക്ക് അത് കാണുമ്പോൾ ടൈറ്റല്ല അത്. എന്നാൽ വെള്ളി എന്നാൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വന്ന് ടൈറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാനത് ചെയ്യില്ല. ഇപ്പോൾ ഈ സിങ്കിലുള്ള ഒരു മിക്സിയുടെ ജാർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഏട്ടനും മോളും സ്കൂളിലും ജോലിക്കും കൊണ്ടുപോകുന്ന പാത്രങ്ങളാണ്. എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ പ്രസവിക്കുകയാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അമ്മാതിരി പാത്രങ്ങളാണ് കഴുകാനായിട്ട്. നിങ്ങളെ വീട്ടിലെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകും കേട്ടോ. ചിലപ്പം എനിക്ക് ഈ പാത്രം കഴുകുന്ന പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ക്ലീനിങ് ഒക്കെയാണ്, എന്നാലും അത്ര ഇഷ്ടം ചെയ്യുന്ന പരിപാടിയല്ല. എനിക്ക് കുക്കിങ്ങാണ് ഇഷ്ടം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ടേ, പുള്ളിക്കാരിക്ക് കുക്കിംഗ് ഒട്ടുമേ ഇഷ്ടമില്ല. ആൾക്ക് പക്ഷേ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ആൾക്ക് പ്രാന്താണ്. എപ്പോഴും തൂക്കുക തുടയ്ക്കുക അടുക്കി പറക്കുക. ഇത് അവൾക്ക് എന്തോ ഒരു അഡിക്റ്റ് ആയതുപോലെയാണ്. പക്ഷേ എനിക്ക് ഈ പരിപാടി അത്ര കണ്ട് ഇഷ്ടമില്ല. എന്നാലും പുറത്തുനിന്ന് ആരും വന്ന് നമുക്ക് ചെയ്ത് തരില്ലല്ലോ, നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഇടയ്ക്ക് കുറേ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാണ്, പോകെ നമുക്കെല്ലാം ശരിയാക്കട്ടോ. നല്ല വ്ളോഗ് നമുക്കിടാം കേട്ടോ. കുറേ കൂടി കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് വീഡിയോയ്ക്ക്, അതെന്തുകൊണ്ടാണെന്നറിയില്ല. നല്ലൊരു സലാഡാണ് അടുത്തോട്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സലാഡ് വെള്ളരി, പൈനാപ്പിൾ, സവാളയൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ കുഞ്ഞ് ആകെ പിണങ്ങി തുടങ്ങി, അവൻ്റെ സമയമായിട്ടുണ്ട്. ആൾ മൂത്രമൊഴിച്ചു. അങ്ങനെ ആൾക്ക് നിക്കറില്ല കേട്ടോ. നിക്കറ് വീഡിയോയിൽ വരുമ്പോൾ കുഴപ്പമില്ല, സാരില്ല കേട്ടോ. അപ്പോൾ സലാഡിന് ഉപ്പുണ്ടാകുന്ന നോക്കി, ഉപ്പില്ല. രണ്ടാമത് ഉപ്പിട്ടു. അവനെ എടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ വരാനായിട്ട് താല്പര്യമില്ല, എന്നാൽ പിണക്കമാണ്. എണ്ണത്തിൽ റോട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോറ് കോരി തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് എണ്ണം വരും. അപ്പോൾ കുഞ്ഞിനുള്ള ചോറ് കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കുള്ള ചോറ് മാറ്റി തണുക്കാൻ വയ്ക്കുവാണ്. അത് നല്ല ചൂട് ചോറാണ്.
പ്രത്യേകിച്ച് ഈ രാത്രി ചോറ് വെച്ച് കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റാലും കുഴപ്പമില്ല. എൻ്റെ അരി അത്യാവശ്യം നല്ല വേവുള്ള അരിയാണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. എങ്ങാനും വേവാൻ സമയം കിട്ടിയില്ല വെച്ചാൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് റൈസ് കുക്കറിൽ വെച്ചാലും എനിക്കുള്ളത് എൻ്റെ ജയ അരിയാണേ. അതിന് അത്യാവശ്യം വേവുണ്ട്. നമ്മൾ റൈസ് കുക്കറിൽ വെച്ചാൽ അത് അത്ര സെറ്റാവില്ല. എന്നാലും വെക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 2 പേർക്ക് ഞാൻ ചോറ് കോരി കണ്ട വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, സലാഡ്, മീൻകറിയിൽ മുരിങ്ങയ്ക്ക ഫേവറേറ്റ് ആണ് എൻ്റെ മോൾക്ക്. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഞാനും ചോറ് കഴിക്കുകയാണ്. അപ്പം വേറൊരു വീഡിയോ കാണാം.